ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അപ്പോ അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ RSS ആണ് എന്ന കാര്യത്തിൽ നിന്നും ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ RSS അവരുടെ സ്വഭാവം തെറ്റായ നിലയിൽ പുറത്തെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ആ നിമിഷം തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെ പരസ്യമായി പ്രതികരിച്ചല്ലോ. എവിടെയെങ്കിലും ഒരു വൈകലുണ്ടായിട്ടുണ്ടോ? അതൊരു പൊതുവേദിയല്ലേ, പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് വന്ന് പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്തത്. ശിവൻകുട്ടിയും പ്രസാദ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി ആ വേദിയിൽ വെച്ച് തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ കണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് അതിലൊന്നും ഒരു പഠിക്കലിൻ്റെ പ്രശ്നമല്ല. അയാൾ RSS ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തെറ്റായ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോയപ്പോൾ ആ നിമിഷം തന്നെ അതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബിംബങ്ങൾ മാത്രമാണല്ലോ ഇപ്പോൾ മോഹൻ കുന്നുമല്ലാണെങ്കിലും സിസ തോമസ് ആണെങ്കിലും ഇവരൊക്കെ ഇപ്പോൾ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ എങ്ങനെയാണ്? ബിംബങ്ങളല്ല, ഇവരെല്ലാം സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരാണ്. ഇവരെല്ലാം ഈ നാട്ടിലെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് RSSന് വേണ്ടി അടിമപ്പണിയെടുത്താൽ പിന്നെ ആ നിമിഷം മുതൽ അവരെ ആ സ്ഥാനത്തിരിക്കുന്ന യോഗ്യരായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ കാണില്ല. അത്രയേ ഉള്ളൂ. RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ കുഴപ്പമില്ല. പക്ഷേ ഈ സ്ഥാനത്തിരുന്ന് ഈ പണി വേണ്ട. ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും.